ഈശോയിൽ പ്രിയമുള്ളവരെ, ജൂൺ 6-ാം തീയതിയായ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഔദ്യോഗികമായിട്ട് ഓൺലൈൻ വഴിയുള്ള വിശ്വാസ പരിശീലനം ആരംഭിക്കുകയാണല്ലോ. അതിൻ്റെ ചുവടുപിടിച്ച് പെരുമാൾപ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിലും ഒരു പുതിയ ഇടവക വികാരി ബഹുമാനപ്പെട്ട ആൻ്റണി ബിബുവച്ചൻ്റെ അജപാലന നേതൃത്വത്തിൽ ഈ ഇടവകയിലും മതബോധനം ആരംഭിക്കുകയാണല്ലോ. ഒരുപാട് അറിവും പരിജ്ഞാനവും വിഭവശേഷിയുമുള്ള ഒരു ചെറുപ്പക്കാരനായ വൈദികൻ്റെ കീഴിൽ ഒരുപാട് അജപാലനപരമായ ശുശ്രൂഷകൾ കാര്യക്ഷമമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അച്ഛൻ നവദർശനിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടും അവരുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ പുതിയൊരു ഉണർവോടുകൂടി ഈ ഇടവകയിലും അച്ഛന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ അധ്യയന വർഷത്തിൽ അകമഴിഞ്ഞ് സഹകരിക്കുന്ന എല്ലാ മതാധ്യാപകരെയും, നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങളെയും, PTA-യെയും മാതാപിതാക്കളെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. വിശ്വാസ രൂപീകരണം വൈദികരുടെയും അധ്യാപകരുടെയും മാത്രം കടമയല്ല, മാമോദിസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്തമാണെന്ന് പരിശുദ്ധ പിതാവ് തൻ്റെ ഏറ്റവും പുതിയ ഡോക്യുമെൻ്റായിട്ടുള്ള ആൻറ്റിക്വിയം മിനിസ്റ്റേരിയം എന്നുള്ള പ്രമാണരേഖയിൽ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ സുവിശേഷ പ്രഘോഷണ പ്രക്രിയയിൽ നമുക്കും കർത്താവിൻ്റെ സജീവമായ കണ്ണികളായ സജീവമായ സാക്ഷ്യമാകാം. നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെയും നമ്മുടെ അതിരൂപത മധ്യസ്ഥന വിശുദ്ധ ഔസേപ്പിൻ്റെയും മതാധ്യാപകരുടെ മധ്യസ്ഥന വിശുദ്ധ ചാൾസ് ബറോമയുടെയും എല്ലാവിധ മാധ്യസ്ഥ സഹായവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി അധ്യയന വർഷ ആരംഭത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും പെരുമാൾപ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയ്ക്ക് പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട മതാധ്യാപകരെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വൈറ്റ് പിൻ മേഖലയിൽ നിന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് നേരുകയാണ്. ഒരിക്കൽ കൂടി പുതിയ ഒരു അധ്യയന വർഷം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വിശ്വാസ പരിശീലനം അത് കത്തോലിക്ക തിരുസഭയുടെ മുഖമുദ്രയാണ്. വിശ്വാസ പരിശീലനത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഈശോയെ മനസ്സിലാക്കുന്നതും തിരുസഭയിൽ ആഴത്തിൽ വിശ്വാസത്തിൽ ജീവിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിക്കുന്നതും. അതുകൊണ്ട് വിശ്വാസ പരിശീലനം അത് അതിൻ്റെ എല്ലാ പ്രാധാന്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഭവനങ്ങളിൽ ആയിരിക്കുന്നു. മാതാപിതാക്കന്മാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളാക്കി മാറ്റുവാൻ പരിശ്രമിക്കുക. അങ്ങനെ മാതാപിതാക്കന്മാരും ബഹുമാനപ്പെട്ട മത അധ്യാപകരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മതപഠനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിനായി മുന്നോട്ട് വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട മത അധ്യാപകരെയും അനുമോദിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദൈവാനുഗ്രഹം നേരുകയാണ്. നമ്മെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ മക്കളെയും നമ്മളുടെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ട്. ആ ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇളങ്ങുന്നപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി പ്രിയ ബഹുമാനപ്പെട്ട ബിബുവച്ച, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ജോസഫ് സർ, സഹാധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, വരാപ്പുഴ അതിരൂപതയിലെ
ഓരോ ഇടവകയിലും ഇന്ന് വിശ്വാസ പരിശീലനത്തിന് തിരികൊളുത്തുകയാണ്. ഏതു മഹാമാരി വന്നാലും വിശ്വാസ അധിഷ്ഠിതമായ ജീവിതത്തിന് ഇളക്കം തട്ടുകയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് വിശ്വാസ പരിശീലനം. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവകഥ ഇവിടെ വിവരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1932 ബെർലിൻ ഒളിമ്പിക്സിൽ ബ്രിട്ടന് വേണ്ടി 100 മീറ്റർ ഓടുന്ന പോൾ എന്ന കായിക താരം മത്സരത്തിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പോളിൻ്റെ മത്സര ദിവസം ഒരു ഞായറാഴ്ചയാണ്. പോൾ പറഞ്ഞു, ഞാൻ ഓടില്ല, അന്ന് എൻ്റെ ദൈവത്തിൻ്റെ ദിവസമാണ്, എനിക്കന്ന് ഓടുവാൻ കഴിയില്ല. ഈ വിവരം ബ്രിട്ടനിൽ അറിഞ്ഞു. ബ്രിട്ടൻ ജനത ഒന്നാകെ പോളിനെതിരെ പ്രകടനം നടത്തി. എങ്കിലും പോൾ കുലുങ്ങിയില്ല. പോള് തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അവസാനം മത്സരം നടത്തിപ്പുകാർ പോള് പറഞ്ഞതനുസരിച്ച് 100 മീറ്റർ മത്സരത്തിൽ നിന്നും പോളിനെ ഒഴിവാക്കി. പോളിനോട് പറഞ്ഞു, നിങ്ങൾ മത്സരിക്കാൻ വന്ന ആളല്ലോ, അതുകൊണ്ട് നിങ്ങളെ പിറ്റേ ദിവസം നടക്കുന്ന 400 മീറ്റർ ഓട്ടത്തിൽ നിങ്ങളെ മത്സരിപ്പിക്കാം. പോൾ സമ്മതിച്ചു. പോള് ആ ഞായറാഴ്ച ദിവസം മുഴുവനും അവിടുത്തെ അടുത്തുള്ള പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്നു. പിറ്റേ ദിവസം മത്സരത്തിന് വേണ്ടി പോൾ വേദിയിലെത്തി. യാതൊരു പരിശീലനവും കിട്ടാത്ത മത്സര ഇനമായിരുന്നു 400 മീറ്റർ. പോളിനെക്കുറിച്ച് ആർക്കും ഒരു ശുഭവിശ്വാസമുണ്ടായിരുന്നില്ല പോള് അതിൽ വിജയിയാവുമെന്ന്. മത്സരം ആരംഭിച്ചു. ആ മത്സരത്തിൽ പോൾ ഒന്നാമനായി ഓടിയെത്തി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന വാർത്തകൾ ഇങ്ങനെയായിരുന്നു: അവൻ രാജ്യത്തിനു വേണ്ടി ഓടിയില്ല, ജനതയ്ക്ക് വേണ്ടി ഓടിയില്ല, അവൻ ദൈവത്തിനു വേണ്ടി ഓടി. വിശ്വാസം വിട്ട് ഒരു കാര്യവും നമുക്ക് പാടില്ല. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമായിരിക്കണം നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് നമ്മുടെ ഈ കുഞ്ഞുനാൾ മുതൽ നമുക്ക് നൽകുന്നത്. ഈ പരിശീലനം നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് മാതൃകയായിട്ട് മാറും. അങ്ങനെ സാക്ഷ്യം നൽകുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് നമുക്ക് നല്ലത് നൽകുവാൻ കഴിയുന്നത്, നല്ല തലമുറയെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത്. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്ക് കൈവിടാതെ പോകുവാൻ ഒത്തൊരുമയോടെ നമ്മുടെ സഭയോടൊത്ത് പോകാം. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു വർഷം നിങ്ങൾക്കായി നേരുന്നു. നല്ല കുഞ്ഞുങ്ങളായി വളർന്ന് സമൂഹത്തിന് നന്മകൾ വിതറുവാൻ പറ്റുന്ന ജീവിതശൈലി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമേ തന്നെ നമ്മുടെ ഇടവക വികാരിയായ ഫാദർ ആന്റണി ബിബുവച്ചനെ ഈ അധ്യയന വർഷത്തിന്റെ സന്ദേശം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അത്രയും സ്നേഹനിറഞ്ഞ പെരുമാൾപ്പടിയിൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ മതബോധന എച്ച്.എം. ജയൻ സാർ, പ്രിയമുള്ള മതബോധന അധ്യാപകരെ, പ്രിയ ബ്രദർ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, 2021-22 മതബോധന
ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വർഷം അതിരൂപതയിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം വിശുദ്ധ യൗസേപ്പിത വർഷമാണ്. ആയതിനാൽ ഔസേപ്പിതാവിനോടൊത്ത് നമ്മളായിരിക്കുക എന്നുള്ള സന്ദേശമാണ്. ശാന്തനായിട്ടുള്ള ഒരു വ്യക്തി, യേശുനാഥനെ സ്നേഹിച്ച വ്യക്തി, യേശുനാഥനെ സംരക്ഷിച്ച വ്യക്തി എന്നീ നിലകളിൽ യൗസേപ്പിതാവ് നമുക്ക് മാതൃകയാണ്. അതോടൊപ്പം തന്നെ എന്നും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. പ്രിയമുള്ള കുട്ടികളെ, ഈ മതബോധന ഈ വർഷം ആരംഭിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥനയിൽ വളരുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. മതബോധന അധ്യാപകന് വളരെയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഈശോ നമ്മോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്തേക്ക് വരട്ടെ. അങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവനാണ് യേശുനാഥൻ. കുഞ്ഞുങ്ങൾ അടുത്ത് വരുന്നത് അവർ നിഷ്കളങ്കരായതുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ മാലിന്യങ്ങളോ അസൂയയോ കുശുമ്പോ ഒന്നുമില്ല. അങ്ങനെ നിർമ്മല മനസ്സനായി നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടം പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ ഈ വർഷവും ഓൺലൈനിലൂടെയായിരിക്കും നമ്മൾ മതബോധന ക്ലാസ്സുകൾ നടത്തുക. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ കുറച്ച് പ്രോഗ്രാമുകൾ കൂടി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. ആയതിനാൽ അതിൽ കൂടി നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മതബോധന അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തുക. സങ്കീർത്തകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ അൾത്താരയ്ക്ക് കീഴിൽ നിർത്തി നിങ്ങൾ വളർത്തുക. അപ്പോൾ അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടാകും. അവർ വളരുമ്പോൾ ദൈവമക്കളായി നിങ്ങൾക്ക് തുണയായിട്ട് അവർ വളരുമെന്ന്. പ്രിയമുള്ള മാതാപിതാക്കളെ, ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരമാണ് ഈ മതബോധന കാലഘട്ടം. പ്രത്യേകിച്ച് പള്ളിയിൽ വരാൻ പറ്റാതെ, കാറ്റഗിസം ക്ലാസ്സിൽ നേരിട്ട് വരാൻ പറ്റാതിരിക്കുന്ന അവസരത്തിൽ കുട്ടികൾക്ക് പ്രചോദനമാകേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ അവരുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മക്കൾക്ക് നിർബന്ധമായും അവരുടെ കാറ്റഗിസം സമയത്ത് നൽകേണ്ടതാണ്. ആ സമയത്ത് നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഒന്നും വ്യാപൃതരാകരുത് എന്ന് മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. ഞായറാഴ്ചകളിലെ സമയം, കാറ്റഗിസത്തിന്റെ സമയം നിങ്ങൾ വീടുകളിൽ തന്നെ ആയിരിക്കുക. പറ്റുമെങ്കിൽ മക്കളോടൊപ്പം ഇരുന്ന് കാറ്റഗിസം ക്ലാസ്സിൽ നിങ്ങളും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെയും PTA അംഗങ്ങളെയും പ്രത്യേകം നന്ദിയോടുകൂടെ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വർഷം നമുക്ക് ആരംഭിക്കാം.
സ്നേഹം നിറഞ്ഞവരെ, ഇപ്പോൾ നമ്മുടെ ഇടവകയുടെ മതബോധന വിഭാഗത്തിന്റെ എച്ച്.എം.ആയ ജെയിൻ സാർ അധ്യാപകരുടെ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതാണ്. ഈ നിമിഷം ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ മതബോധന അധ്യാപകരും ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലേണ്ടതാണ്. ഞങ്ങളുടെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, ഞങ്ങളെ മുഴുവനായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ തിരുസഭയിൽ അംഗങ്ങളായിരിക്കുവാൻ കഴിയുന്നതിനെ ഓർത്ത് അഭിമാനിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. തിരുസഭയോടും സഭയുടെ മേലധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പയോടും മറ്റ് സഭാധികാരികളോടുമുള്ള അനുസരണവും വിധേയത്വവും ഞങ്ങൾ ഏറ്റുപറയുന്നു. തിരുവചനവും സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളും തിരുസഭാ പ്രബോധനങ്ങളും വ്യാഖ്യാനങ്ങളും പൂർണ്ണമായും ഞങ്ങൾ ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. തിരുസഭയിലെ മതബോധന അധ്യാപകരായി വിളിക്കപ്പെട്ട ഞങ്ങൾ വിളിക്കനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നും ഉത്തരവാദിത്തത്തോടും ബോധ്യത്തോടും കൂടെ വിശ്വാസ സത്യങ്ങളും തിരുവചനവും പഠിപ്പിച്ചു കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പഠിപ്പിക്കുന്നവർ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്നവർ പരിശീലിക്കുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങളുടെ കാവൽമാരാക്കിയ മധ്യാധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബറോമിയായെ ഈ ദൗത്യത്തിൽ ഞങ്ങളെ സഹായിക്കണം. ആമേൻ. ഇപ്പോൾ നമ്മുടെ മതബോധന വിഭാഗം എച്ച്.എം.ന്റെ കയ്യിൽ നിന്ന് തീരുവാങ്ങി ബിജു സാർ നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കത്തിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം പൂർത്തിയാക്കുകയാണ്. ബഹുമാനപ്പെട്ട ബ്രദർ PTA പ്രസിഡന്റ് HM ജയൻ സാർ, മറ്റ് അധ്യാപകരെ, ലീഡേഴ്സ്, ഇടവകജനങ്ങൾ, 21-22 മതബോധന അധ്യയന വർഷത്തിനാണ് നമ്മളിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മതബോധന വർഷത്തിന് ഉദ്ഘാടനം കുറിച്ചത്. ഓൺലൈൻ മതബോധനം എന്ന ആശയം കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. അത് കുറച്ചുകൂടി അച്ഛൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് മതാധ്യാപകരും കുട്ടികളും ചേർന്നുള്ള ആശയവിനിമയം ത്വരിതപ്പെടുത്തുന്നതിനും നമ്മളുടെ ക്രിസ്തീയ വിശ്വാസങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിനും ഉതകുന്ന രീതിയിലാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്, നന്ദിയിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മളുടെ ഈ ഒരു അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചത് നമ്മളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനായ ആന്റണി ബിബു അച്ഛനാണ്. അച്ഛന് എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ ഒരു വർഷത്തെ ഉദ്ഘാടനം നിർവഹിച്ചതിനുള്ള നന്ദി അതുപോലെ വിഭാഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അർപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രദറിൻ്റെ സേവനം നമുക്കുണ്ടാവും. ബ്രദറിൻ്റെ പേര് ഷിബു ബ്രദർ എന്നാണ്. ബ്രദറാണ് ഈ വർഷത്തെ മതബോധനത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നതും അത് കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം മതബോധനത്തിൻ്റെ പേരിലുള്ള നന്ദി ബഹുമാനപ്പെട്ട ബ്രദറിന് അർപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം കാത്തലിസത്തിന് ചുറ്റാനുപിടിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിൻ സാറിൻ്റെ 2ാമത്തെ വർഷമാണ്. തീർച്ചയായും ഒരു റെഗുലർ രീതിയിൽ
കാറ്റഗിസം നമ്മൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ജയൻ സാറ് തന്നെ 2ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ മതബോധനം കൊണ്ടുപോകാൻ സാധിച്ചത് സാറിൻ്റെ വലിയൊരു കഴിവും അദ്ദേഹം എടുത്ത തീരുമാനങ്ങളുടെ ഒരു ഫലപ്രാപ്തി മൂലം തന്നെയാണ്. മതബോധന വിഭാഗത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ കാറ്റഗിസത്തിൻ്റെ നട്ടലായ PTA പ്രസിഡന്റ് വിൽസൺ ചേട്ടൻ, ഒപ്പം തന്നെ നമ്മളുടെ 2 ലീഡേഴ്സ് ഉണ്ട്, അവർക്കും ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ ഇടവജനങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ ഒരു 21-22 മതബോധന വർഷം മികച്ച രീതിയിൽ കുട്ടികളിലെത്തിക്കാനുള്ള ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാവരും നന്ദിയും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട്